ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും ഒളിക്കാതെ ഒരുമിച്ചു കിനാവുകൾ കാണുവതാരോ. ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ കണ്ണൂർ വരെ ഒന്ന് പോവാണ് കേട്ടോ. എന്തിനാ പോണേന്നല്ലേ, അതായത് എൻ്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ പോവുകയാണ്. കാരണം ആൾ നമ്മളോട് 1 year ബിഫോർ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു പെട്ടെന്നുണ്ടായൊരു പോക്കല്ല, നമ്മൾ മുന്നേ പ്ലാൻ പണി പോണൊരു പോക്കാണ്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കായതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പോകുന്നത്. മറ്റുള്ളവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരികയാണ്. ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, 2 പേര് വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആൾ ഇപ്പോൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അടുത്തേക്കാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോകായത് കൊണ്ട് തന്നെ ഫസ്റ്റ് ബസ്സിന് കൈയാട്ടി ഞാൻ വണ്ടി കയറിയിരുന്നു. കാരണം നമുക്ക് ബസ്സേ നടക്കുള്ളേ ഏത്. അങ്ങനെ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. ദ മൊമെൻറ്റ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആഫ്റ്റർ 4 years. ഇപ്പോൾ ഈ സ്ഥലത്തിന് പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെയാണ് നമ്മളെല്ലാവരും പഠിച്ച സ്ഥലം. അതുകൊണ്ട് തന്നെ ഒരു പരിചയമുള്ളൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് ആർക്കും അറിയാത്തൊരു സ്ഥലമല്ല. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പല കടകളും മാറിയിട്ട് വേറെ കടകളായി. അങ്ങനെ കുറേ ചെറിയ ചെറിയ മാറ്റങ്ങൾ. രാവിലെ തന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പുറപ്പെട്ടത് കൊണ്ട് നമ്മൾ 2 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അവൾ ഇന്നലെ ട്രെയിനിൽ കയറിയതാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഞാനാണെങ്കിൽ രാവിലെ പോന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് വിശപ്പിനെ ഒന്ന് ഒതുക്കാമെന്ന് കരുതി. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മാളിൽ പോയി AC-ലിരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ച്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കാണായതുകൊണ്ട് തന്നെ നമുക്ക് 2 പേർക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും ഉണ്ടായിരുന്നു. കൂടെ പഠിച്ചവരുടെ ഓരോ മാറ്റങ്ങളും അതുപോലെ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളും ഇപ്പം നിലവിൽ അറ്റ് പ്രസൻറ്റ് നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. നമ്മൾ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു, വർത്താനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഫൈനലി നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കല്യാണത്തിന് പോവായതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിലൊന്നും ചെയ്തിട്ടില്ല. അപ്പം കുറച്ച് വൃത്തിയിലും മെനയിലൊക്കെ ഒന്ന് പോവാമെന്ന് കരുതി. അപ്പോൾ ചെറിയ തോതിൽ ചെറിയ ഫേസ് മാസ്കും അതുപോലെ ഫേഷ്യലൊക്കെ ചെയ്തുട്ടോ നമ്മൾ അവിടുന്ന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ കൂട്ടാൻ വന്ന 2 ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അവരുടെ കാറിലായിരുന്നു നമ്മൾ കണ്ണൂർ വരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹൗസിലെത്തിയിട്ടോ. പയ്യൻ്റെ വീട്ടിലെത്തി. പയ്യൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റൊക്കെ ഇരുന്നു. ഈ ഇറങ്ങി വരുന്നതാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തതും. നമ്മളെ 1 വർഷം മുന്നേ ഇതൊക്കെ അറിയിച്ച് ഫുൾ പ്ലാൻഡ്. നമ്മളെക്കാട്ടിലും എക്സൈറ്റ്മെൻറ്റ് ഐ ഫീൽ ലൈക്ക് ഹി ഹാസ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മുടെ റൂമിൽ പോയിട്ടോ. നമുക്ക് അവിടെ സ്റ്റേ അറേഞ്ച് ചെയ്തത് അവിടെ തന്നെ ഉള്ളൊരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയൊരു അതെ അപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ പറയാം. അവിടെയായിരുന്നു നമ്മളെ സ്റ്റേ ഒക്കെ. ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഏതൊരു ട്രിപ്പ് പോവുകയാണെങ്കിലും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു വെക്കുമല്ലോ. അപ്പോൾ പോയ പാടേനെ നമ്മൾ അവിടുത്തെ കടകളിലൊക്കെ പോയിട്ട് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. രാത്രിയാണ് കേട്ടോ കല്യാണ ചെറുക്കൻ്റെ ചന്തം ചാർത്ത് പറഞ്ഞ പരിപാടി. ഇവർ നാനായ ടീംസ് ആ ഒരു വിഭാഗക്കാരാണ്, ക്രിസ്ത്യൻസിൽ തന്നെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഭാഗ പേര് കേൾക്കുന്നതും ഇവരുടെ ഒരു ഫംഗ്ഷനിൽ പരിപാടി പങ്കെടുക്കുന്നതും. അപ്പോൾ രാത്രി ചെക്കനെ ചന്തൻ ചാർത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അവരുടേതായിട്ടുള്ള ചെറിയ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടു. ഐ ഫീൽ വെരി എക്സൈറ്റഡ് ബിക്കോസ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് സംതിങ് ലൈക്ക് ദിസ്. തലേന്ന് രാത്രി അവർ കസിൻസിൻ്റെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റൂമിലൊക്കെ എത്തി. പിറ്റേന്ന് ദിവസത്തേക്ക് റെഡി ആവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. പിറ്റേന്ന് എൻ്റെ ഫ്രണ്ട് സാരിയും ഞാനൊരു സാധാ സൽവാർ സ്യൂട്ടായിരുന്നു, ഒരു പാർട്ടി വെയറൊക്കെ പോലത്തെ സിമ്പിൾ ലുക്കായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ 2 പേരും ഗെറ്റ് റെഡി ആയി. പരിപാടിക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിറ്റേന്ന് അന്ന് രാത്രി നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മൾ തിരിച്ച് കോഴിക്കോട് വന്നിട്ട് നമ്മൾ 2 പേരും റൂം എടുക്കുകയാണ് ചെയ്തത്. കാരണം പിറ്റേ ദിവസം നമുക്ക് നമ്മുടെ വേറൊരു ഫ്രണ്ട്സും കൂട്ടരും കോഴിക്കോടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 പേരും റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ അടിക്കുകയായിരുന്നു ചെയ്തത്. ഇവരാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരുടെ കൂടെ നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ സാവധാനത്തിൽ ഒരു നല്ല അടിപൊളി ദിവസമായിരുന്നു. ആഫ്റ്റർ 4 years വി ആർ ഗെറ്റിംഗ് ടുഗദർ. അപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെ ഫേസിലും ഉണ്ടായിരുന്നു. അതുപോലെ വലിയ മാറ്റങ്ങളൊന്നും സ്വഭാവത്തിലൊന്നും ആർക്കും വന്നില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് പോയി ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. നെഹദി മന്തി ഞങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും ഫുഡ് കഴിച്ചത്. ഇതൊക്കെ ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ 2 പേരും നമ്മുടെ റൂമിലോട്ട് തിരിച്ച് വന്നു. പിന്നെ നമ്മൾ പോവാനുള്ളൊരു പാക്കപ്പിലൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ 2 പേരും റെഡിയായി. പിന്നെ പോവാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.